പാലക്കാട് കനത്ത മഴ തുടരുകയാണ്. ഒറ്റപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. ശക്തമായ മഴ തുടരുന്നതിനാൽ മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ തുടങ്ങി ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയെ തുടർന്ന് ഗായത്രി പുഴ നിറഞ്ഞൊഴുകുകയാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, പാലക്കാട് നിന്നുള്ള മഴ സാഹചര്യം എന്താണ്? കനത്ത മഴ തുടരുകയാണല്ലോ. ഒറ്റപ്പാലത്തടക്കം വീടുകളിൽ വെള്ളം കയറിയെന്ന് പറയുമ്പോൾ ആശങ്കാജനകമായ വിവരങ്ങളാണോ അവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്? അശ്വതി, തീർച്ചയായിട്ടും ശക്തമായ മഴ തന്നെയാണ് പാലക്കാട് ഇന്നും തുടരുന്നത്. ഈ മഴ കനത്തതിനെ തുടർന്ന് പാലക്കാട് മദ്രസകൾക്കും ട്യൂഷൻ സ്ഥാപനങ്ങൾക്കും ഇന്നിപ്പോൾ അവധി നൽകുന്നുണ്ട്. ഈ ട്യൂഷൻ സെന്ററുകൾ, കോച്ചിംഗ് ക്ലാസുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങി ഞായറാഴ്ചകളിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റം ഉണ്ടാകില്ല എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഒറ്റപ്പാലത്ത് കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നഗരസഭയുടെ പുറകുവശത്തുള്ള വീടുകളിലാണ് വെള്ളം കയറിയത്. അതുപോലെ തന്നെ ആലത്തൂർ വെങ്ങന്നൂര് എടാമ്പറമ്പ് ഭാഗത്തുള്ള നിലമ്പതി പാലവും മറ്റും കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഗായത്രിപ്പുഴ ശക്തമായ രീതിയിൽ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഒപ്പം തന്നെ സൈലന്റ് വാലിയിലെ വൈൽഡ് ലൈഫ് വാർഡന്റെ ഔദ്യോഗിക വസതിയുടെ കോമ്പൗണ്ടിനകത്ത് മരം കടപുഴകി വീണ് റേഞ്ച് ഓഫീസിന്റെ ജീപ്പിന്റെ ഷെഡിന് മുകളിലേക്ക് വീഴുകയും ജീപ്പും ഷെഡും ഉൾപ്പെടെ തകരുകയും അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ നെല്ലിയാമ്പതി അതുപോലെ തന്നെ മറ്റ് മേഖലകളിലേക്കൊക്കെ പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലകളിലേക്കൊക്കെ വിനോദസഞ്ചാരികൾ കടക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മഴ കൂടുതൽ ശക്തമാവുന്ന സാഹചര്യത്തിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും മറ്റുമൊക്കെ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏതായാലും രാവിലെ മുതൽ തന്നെ മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത്. ശരി അരുൺ, വിവരങ്ങൾ വ്യക്തമാണ്. പാലക്കാടും മഴ വലിയ രീതിയിൽ നാശം വിതയ്ക്കുകയാണ്. ഗായത്രി പുഴ അടക്കം കരകവിഞ്ഞൊഴുകുന്നുണ്ട്. എന്തായാലും ഇനി എന്താണ് വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ എങ്ങനെയാകും പാലക്കാട് വെള്ളക്കെട്ട് കൂടുതൽ രൂപപ്പെടുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. അരുണാലത്തൂറാണ് ഏറ്റവും പ്രധാനപ്പെട്ട മഴ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.